നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം അപകടമാക്കുന്ന 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിർഭാഗ്യവശാൽ നമ്മുടെ പലരുടെയും വീടുകളിൽ പല മാതാപിതാക്കളും ചെയ്യുന്ന കാര്യങ്ങളാണത്. ഒന്നാമത്തത്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന അമിതവണ്ണം. നമ്മൾ മലയാളികളുടെ ഒരു വിശ്വാസം എന്തെന്ന് പറഞ്ഞാൽ നല്ല വെണ്ണം വെച്ച് നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ആരോഗ്യവാന്മാരാണ്. അതുകൊണ്ട് പറ്റുന്ന എന്താ, സാധാരണ ഒരു 2-3 വയസ്സുള്ള കുട്ടികൾക്ക് കൂടുതൽ ഭക്ഷണം നൽകി ഇവരെ എങ്ങനെയും വണ്ണം വയ്പ്പിച്ചെടുക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഓമനത്വം വണ്ണം ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവുമെന്നും പറഞ്ഞാണ് ഇവർ ഈ ചെയ്തു കൂട്ടുന്നത്. ഇതൊരിക്കലും ആരോഗ്യകരമല്ല. വണ്ണമുള്ള കുട്ടികൾക്ക് ഏകദേശം 13 തരം രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ പാൻക്രിയാസിന് ഇൻസുലിൻ ഓവറായിട്ട് വർക്ക് ചെയ്ത് ഇവർക്ക് പലപ്പോഴും ഓർമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പല കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കുന്നതിന് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഉന്മേഷക്കുറവുണ്ടാകും. കളിക്കാൻ പോകാൻ ഇഷ്ടം ഉണ്ടാകത്തില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങത്തില്ല. വെറുതെ ഇരുന്ന് ഫുഡ് മാത്രം കഴിച്ച് കൂടുതൽ വിശപ്പ് വന്ന് ഒബേസിറ്റി വരുന്നതിന് കാരണമാകും. സ്കിന്ന് കൂടുതൽ മോശമാകും. മനശോധന പ്രശ്നമാകും. അവരുടെ കരളിന്റെ പ്രവർത്തനം മോശമാകും. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അമിതവണ്ണം കൊണ്ട് ഉണ്ടാകാറുണ്ട്. 8-9 വയസ്സുള്ള കുട്ടികൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന യൂറിക് ആസിഡ്, വൃക്കയിൽ കല്ലെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ഒരുപാട് ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അമിതവണ്ണം എന്ന് പറയുന്നത് പ്രധാന ഒരു ആരോഗ്യ പ്രശ്നമാണ്. രണ്ടാമത്തത്, ഫ്രൂട്ട്സും കഴിക്കാത്ത ഒരു ശീലമാണ്. പഴങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും കഴിക്കാൻ പറയുമ്പോൾ അതിനെന്താ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കുട്ടികൾക്ക് നൽകുന്നുണ്ടല്ലോ എന്ന് മാതാപിതാക്കൾ പറയും. എന്നാൽ ജ്യൂസ് ആക്കുന്ന സമയത്ത് ഇവയ്ക്കകത്തുള്ള ഗുണകരമായിട്ടുള്ള നാരുകൾ നഷ്ടപ്പെടുന്നു പോകുന്നത് കൊണ്ട് തന്നെ ഉയർന്ന കാലറി, ഫ്രക്ടോസ് ആയിരിക്കും കുട്ടികൾക്ക് എത്തുന്നത്. എന്നാൽ പഴങ്ങൾ കുട്ടികൾ ചവച്ച് കഴിക്കുന്നത് അവരുടെ പല്ലുകളുടെ ആരോഗ്യത്തിന്, കുടലിന്റെ ആരോഗ്യത്തിന്, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത്, പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാത്ത സ്വഭാവമാണ്. പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാത്ത കുട്ടികൾക്കാണ് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നു. എപ്പോഴും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാനേ സമയമുള്ളൂ. അലർജി രോഗം വിട്ടുമാറുന്നില്ല പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നാലാമത്തത്, ഉറക്കമില്ലാതെ വളരെ ലേറ്റ് ആയിട്ട് ഉണർന്നിരിക്കുന്ന കുട്ടികൾ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന കുട്ടികളാണ് ഭൂരിപക്ഷം വീടുകളിലും ഉള്ളത്. ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് അവരുടെ തലച്ചോറിനെ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് തലച്ചോറിന്റെ ഡെവലപ്മെന്റിനെ ഇത് ബാധിക്കുകയും പെട്ടെന്ന് ദേഷ്യം, മുൻകോപം പോലുള്ള പ്രശ്നങ്ങൾ, ഉത്സാഹശീലം കുറഞ്ഞ, ആത്മവിശ്വാസം കുറഞ്ഞ കുട്ടികളായിരിക്കും കൂടുതലായിട്ടും വളർന്നു വരുന്നത്. അഞ്ചാമത്തത്, ജങ്ക് ഫുഡുകളാണ്. പുറത്തു പോയി വരുമ്പോൾ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നല്ല കളറുള്ള പാക്കറ്റുകളിൽ നിന്നും ഭക്ഷണം വാങ്ങി നൽകുന്നവർ സ്വയം അറിയാതെ നിങ്ങളുടെ കുട്ടികളെ ചീത്തയാക്കുകയാണെന്ന് മറക്കരുത്. പെട്ടെന്ന് കൂടുതൽ കുട്ടികൾക്ക് പ്രിസർവേറ്റീവ്സ് ചേർത്ത, അതായത് കേടാകാതിരിക്കാനുള്ള രാസവസ്തുക്കൾ ചേർത്തതോ നിറം ചേർത്തതോ ഇല്ലെങ്കിൽ കൂടുതലായിട്ട് കൃത്രിമ മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്ത ഈ empty കാലറി ഫുഡുകൾ വാങ്ങി നൽകുന്നത് അവർ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളെ വെറുക്കുകയും അവസാനം ഈ ജങ്ക് ഫുഡുകൾ കഴിച്ച് വലിയ രോഗികളായിട്ട് മാറുകയും ചെയ്യും. ഇതെല്ലാം മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.